പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെ രാത്രി പ്രസ് ക്ലബ്ബ്, DCC മന്ദിരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ബൈക്കിലെത്തിയ 3 പേരാണ് പോസ്റ്റർ പതിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലായിരുന്നു പോസ്റ്റർ. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബൈക്കിൽ 2 പേർ അവിടെ വരുന്നുണ്ട്. അവർ ഇറങ്ങി നടന്ന് അവിടെ വന്ന് അപ്പുറത്ത് പോയിട്ട് പതുങ്ങിയാ പോകുന്നത്. അങ്ങനെ പതുങ്ങിയപ്പോൾ എന്തോ കള്ളത്തരം കാണിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് അവിടെ പോയിട്ട് നൈസായിട്ട് അബിൻ വർക്കിയെ ആറന്മുളയ്ക്ക് വേണ്ട എന്നാണെന്ന് പോസ്റ്ററിലെ വരികളെന്ന് തോന്നുന്നു. അപ്പോൾ അബിൻ വർക്കിക്കെതിരെ അവിടെ പോസ്റ്റർ ഒട്ടിച്ച് അവിടെ നിന്ന് ബൈക്കിൽ കയറി തിരിച്ചു പോകുന്നു. അങ്ങനെ 3-4 സ്ഥലങ്ങളിൽ പോയി 3 പേർ തന്നെ പോസ്റ്റർ ഒട്ടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് പിന്നിലെ ഓപ്പറേഷൻ എന്ന കാര്യം അറിയില്ല. ആറന്മുളയിൽ അബിൻ വർക്കിയുടെ പേര് വളരെ സജീവമായി കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാരാണ്, ആ 3 പേർ ആരാണ്? അത് കോൺഗ്രസിനകത്തെ പടപ്പണക്കമാണോ, അതോ അബിൻ വർക്കി അങ്ങോട്ടേക്ക് മത്സരത്തിൽ വരാൻ താല്പര്യമില്ലാത്ത മറ്റേതെങ്കിലും പാർട്ടിയിലെ ആൾക്കാരാണോ, ആരെങ്കിലും ഒക്കെ ആണോ എന്നറിയില്ല. എന്തായാലും 3 പേർ ബൈക്കിൽ, 3 പേർക്ക് ഹെൽമെറ്റ് ഉണ്ടോ തോന്നുന്നില്ല. ഹെൽമെറ്റ് ഉണ്ടോ? ഒരാൾക്കൊന്നും ഹെൽമെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഷിജോ കുര്യൻ ആ വാർത്തയുടെ വിവരങ്ങളും വെച്ചുതരാണ്. ഷിജോ, ഈ 3 പേര് ആര് എന്നറിവുണ്ടോ? കാശ്മീർ, ഇനിയിപ്പോൾ ഈ പോസ്റ്റ് അടിച്ച 3 യുവാക്കൾ ആരാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കും. അതിനുശേഷമായിരിക്കും ഈ പോസ്റ്റ് അടിച്ച യുവാക്കൾ ആരാണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടാവുക. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള പോസ്റ്റർ യുദ്ധമൊക്കെ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലേക്കും കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥികൾ ജില്ലയിൽ തന്നെയുള്ള ആളുകൾ മതി, പുറത്തുനിന്ന് ഒരാൾ വരേണ്ടതില്ല എന്നുള്ള പൊതുവികാരം ജില്ലയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് DCC യോഗത്തിലും ഉയർന്നു കേട്ടതാണ്. അതിന് പിന്നാലെയാണ് ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിനെതിരെ അബിൻ വർക്കിയെ പോലെ സമ്മതനായിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായിട്ടുള്ള ഒരു യുവ നേതാവ് മത്സരിക്കട്ടെ എന്നുള്ള വികാരം കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. പക്ഷേ എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ അബിൻ വർക്കിക്കെതിരെ ഒരു വികാരമുണ്ട്. അബിൻ വർക്കി മത്സരിക്കേണ്ടതില്ല, അവിടെ ജില്ലയിൽ തന്നെയുള്ള ഒരു യുവ നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും യുവ നേതാവിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്നതാണ് ആവശ്യം. അവിടേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് പരിക്കമണ്ണാല, അങ്ങനെ തുടങ്ങിയ നിരവധി പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് അബിൻ വർക്കി അവിടെ മത്സരിക്കട്ടെ എന്നുള്ളതാണ് താല്പര്യം. അതിനിടയിലേക്കാണ് അബിൻ വർക്കിയെ പത്തനംതിട്ടയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ വിവിധ ഇടങ്ങളിൽ ഒട്ടിച്ചത്. പ്രസ് ക്ലബ് പരിസരത്തും അതുപോലെ തന്നെ DCC ഓഫീസ് കെട്ടിടത്തിലും DCC ഓഫീസിന്റെ വാതിലിലുമെല്ലാം ഇത്തരത്തിലുള്ള പോസ്റ്റർ പതിച്ചിരുന്നു. 3 യുവാക്കൾ ഇന്നലെ രാത്രി 1:37 ഒരു ബൈക്കിലെത്തി ഈ പോസ്റ്റർ പതിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്പർ വ്യക്തമാണോ ഷിജോ? ഹാഷ്മി, നമുക്ക് ഈ 3 യുവാക്കൾ ബൈക്കിൽ വരുന്നത് മാത്രമാണ് നമുക്ക് ഭാഗികമായിട്ട് വ്യക്തമായിട്ടുള്ളത്. ബൈക്കിന്റെ നമ്പർ വ്യക്തമല്ല. എന്തായാലും ആളുകളെ അല്ലെങ്കിൽ ഈ പോസ്റ്റർ ഒട്ടിച്ച ആളുകൾ ആരാണ് എന്നുള്ളത് ഇപ്പോൾ ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയും. അതിനുശേഷം ഈ ബൈക്ക് എങ്ങോട്ട് പോയി, എവിടേക്ക് എത്തി എന്നുള്ളത് സമീപ കടകളിലെ CCTV പരിശോധിച്ചാൽ കൂടുതൽ വ്യക്തത വരികയും ചെയ്യും. ഹാഷ്മി, ഓക്കെ, അങ്ങനെ ഒരു വലിയ പൊതുകാര്യ പ്രസക്തമായ ഏതെങ്കിലും പൊതുജനത്തെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയമല്ല. അതുകൊണ്ട് അങ്ങനെ അന്വേഷണം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇനി അബിൻ വർക്കി വല്ല അന്വേഷിച്ചാലേ ഉള്ളൂ. അതല്ലാതെ പോലീസൊന്നും ഇത് അന്വേഷിക്കുമോ? അപ്പോൾ പോസ്റ്റ് ഇട്ടിച്ച് ആരാന്ന് അന്വേഷിക്കേണ്ട കാര്യം. എന്തായാലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ദ്രോഹപ്പണിയൊന്നും അല്ല ചെയ്യുന്നത്. അബിൻ വർക്കിക്ക് ദ്രോഹപ്പണിയാണെങ്കിലും. അപ്പോൾ അതാരാണ് എന്ന കാര്യം പുറത്തേക്ക് വരുമോ എന്നറിയില്ല. എന്തായാലും 3 യുവാക്കളാണ് അതൊട്ടിച്ചത്. ബൈക്കിലെത്തിയാണ് ഒട്ടിച്ചത്. ബൈക്കിലെത്തി അവർ 3 പേരും വന്ന് പതുങ്ങി ഒട്ടിച്ചിട്ട് പോകുന്ന ദൃശ്യം, CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.